സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലേക്കൊക്കെയുള്ള അഡ്മിഷൻസും അതുപോലെ അതിന്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിലവിൽ ഏതൊക്കെ കോളേജിലാണ് സെൽഫ് ഫിനാൻസിങ്ങിന്റെ ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ വിളിച്ചിട്ടുള്ളത്, അതുപോലെ തന്നെ ബാക്കിയുള്ള ജില്ലകളുടെ എപ്പോഴായിരിക്കും എന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കാം. അതിന് മുന്നായിട്ട് പറയട്ടെ, കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു കോഴ്സിന് സ്പോട്ട് അഡ്മിഷൻസും സ്പോട്ട് അലോട്ട്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഒരു കോഴ്സിന് കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ സ്പോട്ട് അഡ്മിഷൻ അലോട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമൊന്നും ഇല്ല. നമ്മളെല്ലാവരും അപ്ലൈ ചെയ്തതിനനുസരിച്ച് മെയിനായിട്ടൊരു ഒറ്റ റാങ്ക് ലിസ്റ്റ് പുറത്തിറക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ ഓരോ റാങ്കും കയറി കഴിഞ്ഞതിന് ശേഷം അടുത്ത ആൾക്ക് ഇങ്ങനെ അവസരം കിട്ടുകയാണ് ചെയ്യുള്ളൂ. അല്ലാതെ വേറൊരു റാങ്ക് ലിസ്റ്റോ അതുപോലെ വേറെ സ്പോട്ട് അലോട്ട്മെന്റോ അഡ്മിഷൻസോ കാര്യങ്ങളൊന്നും നിലവിലില്ല. നമുക്കറിയാം, നമ്മുടെ അലോട്ട്മെന്റ് തന്നെ ആകെ ഒരൊറ്റ റാങ്ക് ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ്. സെക്കൻഡ് അലോട്ട്മെന്റ്, തേർഡ് അലോട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ തന്നെ നമുക്ക് സ്പോട്ട് അലോട്ട്മെന്റ് അഡ്മിഷൻസ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. എല്ലാ കുട്ടികളെയും ഇന്റർവ്യൂ ഒക്കെ വിളിച്ചൊക്കെ കഴിഞ്ഞു, എന്നിട്ട് അതിന് ശേഷം സീറ്റോ കാര്യങ്ങളൊക്കെ ബാക്കിയുണ്ടെങ്കിൽ മാത്രമായിരിക്കും ഇൻ കേസ് ഒരു സ്പോട്ട് അലോട്ട്മെന്റ് അഡ്മിഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പോൾ അതിന് എത്രത്തോളം ചാൻസ് ഉണ്ട് എന്ന് ആലോചിച്ച് നോക്കുക. അത്രയും കുട്ടികൾ ക്യൂ ആണ്. അങ്ങനൊരു സീറ്റ് ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ സ്പോട്ട് അലോട്ട്മെന്റ് തന്നെ ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി നമുക്ക് ഓരോ ജില്ലകളിൽ നോക്കാം. ആദ്യം തന്നെ തിരുവനന്തപുരമാണ് നോക്കുന്നത്. അപ്പോൾ 2026-28 അധ്യയന വർഷത്തെ സ്വാശ്രയ സ്ഥാപനങ്ങളിലെ DLED പ്രവേശനത്തിന്റെ ഭാഗമായി ഹ്യൂമാനിറ്റീസ് വിഷയത്തിലെ സെലക്ഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികളുടെ ഇന്റർവ്യൂ 15/7/2026 രാവിലെ 9 മണി മുതൽ തിരുവനന്തപുരം SMV മോഡൽ HSS സ്കൂളിൽ വെച്ചിട്ട് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് തന്നെ നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടായിരിക്കണം പോകേണ്ടത്. അതുപോലെ ആ സമയത്ത് കൃത്യസമയത്ത് തന്നെ ഹാജരാകാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ യാതൊരു കാരണവശാലും പ്രവേശനത്തിന് പരിഗണിക്കൂല. അപ്പോൾ തന്നെ നമ്മളെ ക്യാൻസൽ ചെയ്യുന്നതാണ്. അങ്ങനെ ഏതെങ്കിലും കുട്ടി വരാത്തൊരു സാഹചര്യത്തിൽ തൊട്ടടുത്ത റാങ്കിലുള്ള കുട്ടീനെ ആയിരിക്കും പ്രവേശിപ്പിക്കാന്നും കൂടി ആലോചിക്കുക. അതുപോലെ തന്നെ ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഹാജരാക്കേണ്ട പ്രധാനപ്പെട്ട ഡോക്യുമെന്റ്സ് എന്തൊക്കെയാ നോക്കാം. ജനന തീയതി, ജാതി, മതം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്സ് വേണം. സ്വഭാവ സർട്ടിഫിക്കറ്റ്സ് അത് 6 മാസത്തിനുള്ളിൽ ലഭിച്ചതായിരിക്കണം. പിന്നെ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് OBC വിഭാഗത്തിന്. അതുപോലെ അധിക യോഗ്യതയ്ക്കും പ്രത്യേക സീറ്റിനും വിജ്ഞാപന പ്രകാരം ആവശ്യപ്പെട്ടിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ്, അതായത് എക്സ് സർവീസ്മാൻ, ജവാൻ എന്നിവരുടെ ആശ്രിതരുണ്ടെങ്കിൽ അവർക്ക് ഉള്ള സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കൊണ്ടുപോവുക. പിന്നെ അതുപോലെ EWS, ഭിന്നശേഷിക്കാർ, അങ്ങനെ പ്രത്യേക സീറ്റുകളിലേക്ക് അങ്ങനെ ഒരു സംവരണം കിട്ടുന്ന ആൾക്കാർക്കുള്ള അത് തെളിയിക്കാനുള്ള സർട്ടിഫിക്കറ്റ്സ് കൊണ്ടുപോവുക. അതുപോലെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യത സർട്ടിഫിക്കറ്റ്സ് SSLC, +2, അതുപോലെ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് പഠിച്ചിറങ്ങിയ കോളേജിലെ അഥവാ സ്കൂളിലേക്ക് TC, പിന്നെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണം. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് +2 കഴിഞ്ഞതെന്നുണ്ടെങ്കിൽ ഒരു നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റും കൂടി വേണം. ഇനി ഞാൻ ഈ ഒരു വീഡിയോന്റെ കൂടെ ആ ഒരു റാങ്ക് ലിസ്റ്റും കൂടി ഉൾപ്പെടുത്തുന്നുണ്ട്. കാരണം കഴിഞ്ഞ വീഡിയോയിലൊക്കെ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ റാങ്ക് ലിസ്റ്റും കൂടി കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഈ ഒരു റാങ്ക് ലിസ്റ്റ് ഞാൻ കാണിക്കുന്നുണ്ട്. നിങ്ങൾ ആവശ്യക്കാരെ ഒന്ന് സ്ലോ ചെയ്ത് കാണാം കേട്ടോ.
ഇനി പറയുന്നത് കാസർഗോഡ് ജില്ലേൻ്റെതാണ്. അവിടെ സയൻസ്, ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് സീറ്റുകളിലേക്കൊക്കെ ഉള്ള ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടുത്തെ റാങ്ക് ലിസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കാം. ഇത് കാസർഗോഡ് ജില്ലയിലെ സയൻസിലേക്കുള്ള സീറ്റാണ്. അതുപോലെ തന്നെ ഇതാണ് കൊമേഴ്സിൻ്റെ ലിസ്റ്റ്. ഇതാണ് ഹ്യൂമാനിറ്റീസിൻ്റെ ലിസ്റ്റ്. ഇനി പറയാനുള്ളത് കൊല്ലം ജില്ലേനെ പറ്റിയാണ്. കൊല്ലം ജില്ലേൻ്റെയും റാങ്ക് ലിസ്റ്റും അതുപോലെ തന്നെ ഇൻ്റർവ്യൂ ഡേറ്റും കാര്യങ്ങളൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വേണമെങ്കിൽ കൊല്ലം ജില്ലേൻ്റെ ആ ഒരു ബ്ലോഗിൻ്റെ വെബ്സൈറ്റും കൂടി കൊടുക്കുക. അപ്പോൾ നമ്മൾ ബ്ലോഗ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ ഇങ്ങനൊരു ഫയൽ നമുക്ക് തുറന്നു വരും. ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് വരുന്നത് 17/7 മലയാളി സഭ NSS UPS തേവള്ളി കൊല്ലത്താണ് ഇൻ്റർവ്യൂ വരുന്നത്. നിയർ ഡിസ്ട്രിക്ട് പഞ്ചായത്ത് കൊല്ലം. അതുപോലെ തന്നെ ഇൻ്റർവ്യൂവിൻ്റെ ടൈം വരുന്നത് 12 PM താഴെ ആ ഒരു റാങ്ക് ലിസ്റ്റും കൊടുത്തിട്ടുണ്ട്. അത് നോക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ആയിരിക്കും വരിക. ഇതാണ് ഞാൻ പറഞ്ഞത്, ക്ലിയർ കുറവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ബ്ലോഗിൻ്റെ ലിങ്ക് കൊടുക്കുക, നിങ്ങൾ കയറി നോക്കുക. ഇനി നമുക്കെല്ലാവരും കാത്തു നിന്നിട്ടുള്ള ആ ഒരു ക്വസ്റ്റ്യനിലേക്ക് വരാം. മറ്റ് ജില്ലകളുടെ എന്നാണെന്നുള്ളത് നമുക്കറിയാം. എല്ലാ ജില്ലകളുടെയും വേറെ വേറെ DD ഓഫീസും അതുപോലെ വേറെ വേറെ സിസ്റ്റംസ് ആണ് വരുന്നത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ജില്ലേൻ്റെ വന്നെന്ന് കരുതി നമ്മളെ ജില്ലേൻ്റെ വന്നിട്ടുണ്ടാവും, അതുപോലെ നമ്മളത് അറിയാതെ പോയെന്നൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. ഓരോ ജില്ലകളുടെയും പല സമയത്ത് തന്നെയായിരിക്കും വരിക. അതായത് എല്ലാ ജില്ലകളിലും ഒരേ സമയത്തായിരിക്കില്ല ഈ ഒരു അലോട്ട്മെൻറ്റും ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ വരിക. അപ്പോൾ ഇപ്പോൾ ഈ വന്നിട്ടുള്ളത് പോലെ തന്നെ ഓരോ ജില്ലകളുടെയും DD ഓഫീസുമായി ബന്ധപ്പെട്ടും അതുപോലെ അവരുടെ ബ്ലോഗുമായിട്ട് ഒക്കെ നമുക്ക് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു റാങ്ക് ലിസ്റ്റ് നമുക്ക് ഓരോ ജില്ലേൻ്റെയും അവർ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് അറിയാൻ പറ്റും. അപ്പോൾ മറ്റ് ജില്ലകളുടെയൊക്കെ അവർ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും അപ്ഡേറ്റഡ് ആയിട്ട് തന്നെ ഇരിക്കുക. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.